വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടുന്നവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആദ്യം ചിന്തയിലടങ്ങാ സിന്ധു സമാനവ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 34 സങ്കീർത്തനം 15 വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിപൂർവം ജീവിക്കുന്നവരുടെ പ്രാർത്ഥനകളോടുള്ള ദൈവത്തിൻ്റെ ശ്രദ്ധയും പ്രതികരണവും ഈ വാക്യത്തിൽ ദാവീദ് വെളിപ്പെടുത്തുന്നു. ദൈവം നീതിമാന്മാരെ കാണുക മാത്രമല്ല, സഹായത്തിനായുള്ള അവരുടെ പ്രാർത്ഥനകളും യാചനകളും സജീവമായി കേൾക്കുകയും ചെയ്യുന്നുവെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. നീതിമാന്മാർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും ദുഷ്ടന്മാർക്കുള്ള അനന്തരഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഭാഗത്ത് പ്രകടിപ്പിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, നീതിപൂർവം ജീവിക്കുന്നത് ഉത്തരം ലഭിച്ച പ്രാർത്ഥനകൾ ഉൾപ്പെടെ ദൈവിക പ്രീതിയിലേക്കും സംരക്ഷണത്തിലേക്കും നമ്മെ നയിക്കുന്നു. നമ്മുടെ നിലവിളിയും പ്രാർത്ഥനയും ദൈവം ശ്രദ്ധിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യത്തക്കവണ്ണം നമ്മുടെ ജീവിതം നീതിയുക്തമായി തീരുവാൻ ഈ നാളുകളിൽ നമുക്ക് യത്നിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നീതിയോടെ ജീവിക്കുവാനുള്ള കൃപ ഈ നാളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.